ആം യുവർ ഫ്രണ്ട് ഷെമി കെ പി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കേന്ദ്ര വിദ്യാലയത്താണ് വീണ്ടും ഉള്ളത്. ബട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ ഒരു സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കുട്ടി, +2 അഥവാ ക്ലാസ് 12 CBSE അകത്ത് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തൊരു കുട്ടിയാണ്. സോ കഴിഞ്ഞ വർഷത്തെ ഫിസിക്സ് ആയിരുന്നോ അതോ ഈ വർഷത്തെ ഫിസിക്സ് ആണോ ഒന്നുകൂടി ബുദ്ധിമുട്ടായി തോന്നിയത്? എനിക്ക് കൂടുതൽ ഇപ്രാവശ്യം എന്തായാലും കൂടുതൽ പഠിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ എന്തായാലും കുറച്ചും കൂടി ഈസി ആയി തോന്നുമല്ലോ സ്വാഭാവികമായിട്ട്. ഒന്നും കുഴപ്പമില്ല, രണ്ടും ഏകദേശം ഒരേപോലത്തെ പേപ്പർ തന്നെയാണ്. ഇനി വാല്യുവേഷൻ അനുസരിച്ചുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വാല്യുവേഷൻ കുറച്ച് ലിബറലാക്കി തന്നെ, അതുകൊണ്ട് മാർക്ക് അത്യാവശ്യം കയറിയാണ്. ഇപ്രാവശ്യം അതിനനുസരിച്ചുണ്ടാവും, വാല്യുവേഷൻ അനുസരിച്ചുണ്ടാവും ബാക്കി. പിന്നെ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടായിരുന്നു ആ ഒരു ഫോർമാറ്റ് വന്നിരുന്നത്, കോമ്പറ്റൻസി ബേസ്ഡ് എക്സാംസ് ഒക്കെ. ഇപ്പോൾ ഒന്നുകൂടിയും പ്രാക്ടീസ് ആയോ. പിന്നെ നീറ്റിന് റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് ഒന്നുകൂടിയും ഈ ഒരു ബോർഡ് എക്സാമിൽ മാർക്ക് കൂടും തോന്നുന്നുണ്ടോ? പക്ഷെ നമുക്ക് ഫിസിക്സിന് അതിന് അഡ്വാൻറ്റേജ് പറയാൻ പറ്റൂല. കാരണം ഞങ്ങൾ ഡെറിവേഷൻ വൈസ് അങ്ങനെയല്ല പഠിക്കുന്നത്. ഞങ്ങൾ പഠിപ്പ് വേറെ റൂട്ടാന്ന് വെച്ചാൽ ആൻസർ എത്തിക്കാനുള്ള പഠിപ്പ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അറിയില്ല, നോക്കാം. എല്ലാവർക്കും ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്തണമെന്ന് റെക്കമെൻഡ് ചെയ്യുമോ? കാരണം എന്തായാലും ജെ അഡ്വാൻസ്ഡ് സ്കോറിലെ അഡ്വാൻസ്ഡിൽ സ്കോറിൽ ബോർഡ്സിന് മാർക്ക് വെക്കും. അതേപോലെ കീമിലൊക്കെ ആയിട്ടും ബോർഡ്സിന് മാർക്കിനുള്ള ഇതുണ്ട്. അപ്പം എന്തായാലും ഇമ്പ്രൂവ് ചെയ്ത മാർക്കാണോ യൂസ് ചെയ്യുക? ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ റിവ്യൂ. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. JEE മെയിൻസിലും JEE അഡ്വാൻസ്ഡിലും ബോർഡ്സിൻ്റെ ക്ലാസ് 12 ബോർഡ്സിൻ്റെ മാർക്സ് യൂസ്ഫുൾ ആണ്. ഒൺലി ഇൻ ദ വേ ദാറ്റ് 75% മേലെ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് JEE മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ, JEE അഡ്വാൻസ്ഡ് എഴുതാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ്, അല്ലാതെ മാർക്കിൻ്റെ ഡയറക്റ്റ് വെയിറ്റേജ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ നീറ്റിനകത്ത് അശ്വിനോ 50% മേലെ ഉണ്ടെങ്കിൽ ക്ലാസ് 12 ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇങ്ങനെ മാർക്ക് മാറ്റർ ചെയ്യുന്ന ചില എക്സാമിനേഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ കേരളത്തിൻ്റെ എൻജിനീയറിംഗ് എൻട്രൻസ് ആയ കീമിനകത്ത് 50% ഓഫ് ക്ലാസ് 12ഉം 50% ഓഫ് +2+1 മാർക്കും പിന്നെ 50% ഓഫ് ഈ എൻട്രൻസിനകത്ത് കിട്ടുന്ന മാർക്കും ആണ് യൂസ് ചെയ്യാറെന്നാണ് എനിക്ക് അറിയുന്നത്. അത് ശരി ആണോ, അത് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് അറിയുന്നത്. സോ അതുപോലെ ചില എക്സാംസിനകത്ത് മാത്രം, എൻട്രൻസ് എക്സാമിന് മാത്രം ഇങ്ങനെ ക്ലാസ് 12 മാർക്ക് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. സോ കൂടുതൽ എക്സാംസിലും ക്ലാസ് 12 മാർക്ക് യൂസ് ചെയ്യാറില്ല. എങ്കിൽ പോലും നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കാണ് ക്ലാസ് 12. ഓൾദോ ഇറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ യുവർ വർത്ത്, ബട്ട് സ്റ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ മാർക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ഒരു പ്രാവശ്യം അടുത്ത വർഷം ഇതേ രജിസ്ട്രേഷൻ എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല, അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടാം അതിൻ്റെ രജിസ്ട്രേഷൻ ആസ് എ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. എന്നാലും വെറുതെ ഒന്ന് എഴുതി നോക്കാമല്ലോ, എന്തിനാ വെറുതെ ഒരു ചാൻസ് കളയണ്ടല്ലോ എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. സോ എനിക്ക് അടുത്ത വർഷം ഒന്നുകൂടി ഈ ഒരു എക്സാംസ് ഇമ്പ്രൂവ് ചെയ്ത് നോക്കണം എന്നുണ്ട്. സോ ആ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ എഴുതി നോക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്സ് ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ റിസൾട്ട്സ് ഓൾറെഡി അനൗൺസ് ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ 75% കിട്ടിക്കഴിഞ്ഞാൽ JEE എഴുതാൻ പറ്റുള്ളൂ, 50% കിട്ടിക്കഴിഞ്ഞാൽ JEE എഴുതാൻ പറ്റും എന്നുള്ള കണക്കുണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം JEEയുടെ എക്സാം പലരും എഴുതിയിട്ടുണ്ടാവും. ബട്ട് അത് +2 റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ ആണല്ലോ എഴുതിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് 12 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് 75% താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ JEE സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജ് ജോയിൻ ചെയ്യാൻ കഴിയില്ല, അത് നള്ളിഫൈ ആയിട്ട് പോകും. സെയിം വിത്ത് നീറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ CBSE ക്ലാസ് 12 ബോർഡ്സ് എക്സാം വരുന്നത്. അത് 50% താഴെ ആയി കഴിഞ്ഞാലാണെങ്കിൽ ആ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക്, അഥവാ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ മാർക്ക് കുറഞ്ഞിട്ടു പക്ഷേ JEEക്കകത്ത് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും 75% താഴെയാണ് ബോർഡ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഈ ഒരു മാർക്ക് നള്ളിഫൈ ആവും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല. ഇതിനെന്തോ ഈ റൂളിന് എന്തോ പേരൊക്കെ ഉണ്ട്. ഈ ഒരു റൂളാണ് നിങ്ങൾ നീറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എവിടെയോ എന്തോ ഒരു സെക്ഷൻ 1 അങ്ങനെ എന്തോ ഒരു 1 എന്നുള്ളൊരു റൂള് സെലക്ട് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു സെക്ഷനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ മനസ്സിലാക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ എനിക്ക് ബോർഡ് എക്സാമിനകത്ത് 50% താഴെ മാർക്ക് വന്നു കഴിഞ്ഞാൽ ഈ നീറ്റ് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു മാർക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഈ എൻട്രൻസ് തന്നെ വേണമെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെ പോകാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വർഷം കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പലർക്കും അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉള്ളത് CBSEക്കകത്ത്. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം മോസ്റ്റ് ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ബട്ട് അറിയാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ്. അറിയുന്നവർ ഓഫ് കോഴ്സ് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണല്ലോ.
ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ സൈലം റിപ്പീറ്റർ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ആളെടുത്ത് പോകാൻ നമുക്ക് സ്റ്റേജിനകത്തോട്ടൊക്കെ കയറുന്ന പോലെ ഉണ്ട്. കേന്ദ്ര വിദ്യാലയം സത്യം പറഞ്ഞാൽ സെറ്റ് സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ പഠിക്കുന്നത്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യാണ് ബ്രില്യൻറ്റിൻ്റെ. ഓക്കെ, ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ സംഭവം എങ്ങനെ ഉണ്ടായി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത്യാവശ്യം എഫക്റ്റീവ് ആയിരുന്നു. നേരൊക്കെ പഠിച്ചാൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിയാനായോ? ഫുൾ സെറ്റായി? ഇനി അഡ്വാൻസ് വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ JEE അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? റസിൻ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കുറേ ഡെറിവേഷൻസ് ഒക്കെയാണ്. ഞങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ ഡയറക്റ്റ് ഫോർമുല ഉണ്ടാകുമ്പോൾ ആ പ്രശ്നമുണ്ട്. കഴിഞ്ഞ വർഷത്തെ എക്സാം ആയിരുന്നു ഈ വർഷത്തെ എക്സാം ആണോ ഒന്നുകൂടി ഈസി അല്ലെങ്കിൽ ഹാർഡ്? പഠിച്ച ഈ വർഷത്തെ എക്സാമാണ് ഈസി. കഴിഞ്ഞ വർഷത്തെ നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇവാലുവേഷനും അത്യാവശ്യം സിമ്പിളാക്കി തന്നിരുന്നു. ഇക്കൊല്ലം കുറച്ച് സിമ്പിളായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും അഡ്വൈസ് തരാൻ ആഗ്രഹമുണ്ടോ പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻട്രൻസിലോട്ട് പോകുന്ന ആളുകൾക്ക്? കാര്യമായിട്ടൊന്നുമില്ല, കുത്തിയിരുന്ന് പഠിക്കുക, അതന്നെ ഉള്ളൂ. ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ റിവ്യൂ. സെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിപ്പീറ്റേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടാവും. ബട്ട് നമ്മൾ പാവം അങ്ങനെ അല്ല ഗൈസ്. നമുക്ക് ഒറ്റ വേർഡിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സമാപ്തം ആക്കണം എന്നുണ്ടെങ്കിൽ, സംസ്കൃതമാക്കണം അത് എന്തെങ്കിലും ആവട്ടെ, ആക്കണം എന്നുണ്ടെങ്കിൽ എക്സാം വാസ് ടഫ് ഗൈസ്. അത് ഞാൻ പറഞ്ഞു തരണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ എക്സാം റിവ്യൂസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കഴിഞ്ഞ എക്സാം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ. അതെനിക്ക് 3 ആൾക്കാരാണ് ക്ലാസ് 12th നടത്തുന്നത് ഈ എക്സാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരാൻ തയ്യാറായത്. ഇന്ന് ഞാൻ കരുതിയിരുന്നു അടുത്ത എക്സാമിൽ നമ്മൾ ക്ലാസ് 12 എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരോടും ഇങ്ങനെ പോയിട്ട് എക്സാം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കാനൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഭയങ്കര ഒരു മൂഡില്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എക്സാം കഴിഞ്ഞ് ഒരു നല്ല മൂഡിലല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ റിവ്യൂ തരാൻ പോലും ആരും തയ്യാറായില്ല എന്നുള്ള സത്യാവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സാം എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും എക്സ്പെക്റ്റ് ചെയ്ത ടഫ്നെസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ആൾക്കാർ ചിലപ്പോൾ ഇത് മോഡറേറ്റ് ആണെന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഓക്കെ, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ടഫ് ആണ് എക്സാം എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഫിസിക്സ് എക്സാം ആയിട്ടാണെന്ന് തോന്നുന്നു. ആ സ്കൂളിൽ അകത്തുള്ള ഏതൊരു വലിയ ആൾ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സാം എന്ന് ചോദിച്ചിരുന്നു. സോ ഞങ്ങളെല്ലാവരും ആദ്യമൊന്നും മിണ്ടാതിരുന്നു. പിന്നെ ഞാനൊക്കെ ജസ്റ്റ് ടഫാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇൻഡിവിജ്വലായിട്ട് എക്സാമിനർ പോലും എങ്ങനെയുണ്ട് എക്സാം എന്ന് കുട്ടികളോട് ചോദിച്ചിരുന്നു. സോ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. ഫിസിക്സ് എക്സാമിൻ്റെ പ്രയോറിറ്റിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എങ്ങനെയാണെങ്കിലും ഒരു എക്സാം ഗിവിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയത്. സോ ഏകദേശമൊക്കെ ടഫായിട്ട് തന്നെയാണ് വന്നത്. സോ ഞാൻ എങ്ങനെയാണ് എക്സാം അറ്റംപ്റ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്തു, നല്ല ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ നമ്പറൊക്കെ എഴുതി, അതിലൊന്നും തെറ്റ് വരുത്തിയില്ല. പിന്നെ സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കറിയാം സെക്ഷൻ MCQ സെക്ഷനാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ കരയണോ അതോ ചിരിക്കണോ എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ ഈ എക്സ്പീരിയൻസ് എല്ലാം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MCQ ഞാൻ ഒന്നാമത്തെ MCQ നോക്കി, കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച ഒന്നാമത്തെ MCQ നമ്മളൊന്ന് ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടാക്കിയത് പിന്നെ കുറച്ച് ഈസി ആക്കാൻ വേണ്ടി ആയിരിക്കാന്ന്. രണ്ടാമത്തെ MCQ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. മൂന്നാമത്തെ MCQ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ഇക്വേഷൻസ് ഒക്കെ മനസ്സിലുണ്ട്. ബട്ട് ഇത് എന്താണ്, ആപ്ലിക്കേഷൻ ലെവലിലാണല്ലോ ക്വസ്റ്റ്യൻസ്. സോ മൂന്നാമത്തും കിട്ടുന്നില്ല, നാലാമത്തും കിട്ടുന്നില്ല, അഞ്ചാമത്തും കിട്ടുന്നില്ല. പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഇക്വേഷൻസും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ അറിയുന്ന ആളാണല്ലോ. അപ്പോൾ ചിലപ്പോൾ എന്നെ പോലെയല്ല, ഭയങ്കര കോൺസെപ്റ്റ് അറിയുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ബട്ട് എൻ്റെ അവസ്ഥ, ഞാനൊരു പാവം കുട്ടിയാണ്, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. സോ എനിക്ക് ഏത് MCQ നോക്കിയിട്ടും കിട്ടുന്നില്ലായിരുന്നു. വേണമെങ്കിൽ എനിക്ക് ഒരുപാട് ടൈം അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻസേഴ്സ് കിട്ടുമായിരിക്കാം. ഓക്കെ, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ അപ്പോൾ ആലോചിച്ചത്, എനിക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ടൈം കൊടുത്തിട്ട് ഭയങ്കര ടൈം കൊടുത്തിട്ട് വെറും 16 MCQ ചെയ്യാം. അതും അതിനകത്ത് കൂടുതലും തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കണം, എൻ്റെ അധോലോക ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എഴുതണ്ട, ഫസ്റ്റ് ഫുൾ MCQ ആണ്. ഇതൊന്നും കിട്ടുന്നില്ല. കിട്ടുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന കാര്യം ഞാൻ റിയലൈസ് ചെയ്തപ്പോൾ
ഞാൻ അവസാനത്തെ സെക്ഷനിലോട്ട് പോയി. അവസാനത്തെ സെക്ഷൻ ഏതാ? ഇയോ എഫോ? ഇ അല്ലേ? എന്താണ്, ഞാൻ ഇത് നോക്കുന്നതല്ല. ഓക്കെ, സെക്ഷൻ ഇയിലോട്ട് പോയി. സോ ഞാൻ വിചാരിച്ചു ബാക്കിൽ നിന്ന് മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കുള്ള സാധനങ്ങളൊക്കെ ബാക്കിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇവന്മാര് സത്യം പറഞ്ഞാൽ ഈ സെക്ഷൻ ഇ ഉണ്ടല്ലോ, ഇതിനകത്ത് 3 വലിയ വലിയ ക്വസ്റ്റ്യൻസാണ്, അതിനകത്ത് ഓറുണ്ട്. സോ ഈ വലിയ വലിയ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 31-ൽ 2 ഓപ്ഷൻ ഉണ്ട്, ഓരോന്നിൻ്റെ ഉള്ളിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ 31-ന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും, ഒന്നെങ്കിൽ ഈ 3 സാധനങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാം. ഇതിന്റെ നടുക്ക് ഒരു ഓറായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഉള്ള ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ MCQ ടൈം കിട്ടാത്തതുകൊണ്ടാണ് അവസാനത്തോട്ട് പോയത്. അവസാനത്തോട്ട് പോയപ്പോൾ എനിക്ക് ഈ 3 നോക്കുമ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ നല്ലവണ്ണം അറിയാം, മറ്റേ 2 ക്വസ്റ്റ്യൻ എനിക്ക് തീരെ അറിയില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അതിനകത്ത് എനിക്ക് 3 ഒരു ആവറേജ് രീതിയിൽ അറിയുള്ളൂ. സോ ഈ 3 നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നല്ല അറിയാലോ, അപ്പോൾ ഇത് എഴുതുന്നതായിരിക്കും ബെറ്റർ. മറ്റേ 2 ക്വസ്റ്റ്യൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാക്കാം. പിന്നെ മറ്റേ 3 ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിൽ 3 എനിക്ക് അത്ര നല്ല രീതിയിൽ അറിയില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ സെക്ഷൻ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ അല്ലല്ലോ, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പോയി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പോയപ്പോൾ അതിനകത്ത് ഒന്നിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് നല്ല അറിയാം, മറ്റൊന്നിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് നല്ല അറിയാം. ബട്ട് ഇതെനിക്ക് ആവറേജ്, ഇവിടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ആവറേജ് സംഭവമേ അറിയുള്ളൂ. ഇവിടെ എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആവറേജ് അറിയാം, ഇവിടെ ഒന്നും അറിയില്ല. ബട്ട് ഇവിടെ സോ ഫുൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതാണ് എഴുതേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ തന്നെ ഞാൻ ഒരുപാട് ടൈം കളഞ്ഞു. ഐ മീൻ കൂടുതൽ മാർക്കുള്ളത് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ബട്ട് ഇത് എഴുതണോ നോക്കിയിട്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം പോയി. അത് ആലോചിച്ചിരുന്നതന്നെ എനിക്ക് ഏകദേശം 1/2 മണിക്കൂർ പോയി. MCQല് ജസ്റ്റ് കുറച്ചൊക്കെ നോക്കി ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ അവസാനത്തോട്ട് ഈ ഓർ എഴുതണോ ആ ഓർ എഴുതണോ എന്ന് എഴുതാനും ഒരുപാട് ടൈം പോയി സത്യം പറഞ്ഞാൽ. സോ ഒരു 30 മിനിറ്റ്സിൻ്റെ അകത്ത് ഞാൻ 30 മിനിറ്റ്സോളം ഞാൻ അതിനെ കളഞ്ഞു എന്ന റിഗ്രറ്റ് എനിക്കിപ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ഞാൻ മാത്രമല്ല മിസ്റ്റേക്സ് വരുത്താറ്. ഐ മീൻ ഭയങ്കര പൊട്ടത്തരങ്ങളൊന്നും ഞാൻ എന്തായാലും ഈ എക്സാമിൽ ചെയ്തിട്ടില്ല. എനിക്ക് സാധാരണ പല ഫിസിക്സ് എക്സാമിലും സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇത് ഇങ്ങനെ ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ. കാരണം ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഞാൻ പഠിച്ച സംഭവമായിരിക്കും കുറച്ച് മുന്നേ, ഞാൻ മര്യാദക്ക് റിവൈസ് ചെയ്തിട്ടുണ്ടാവില്ല. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ മര്യാദക്ക് എനിക്ക് അറിയുന്ന സംഭവമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്തിട്ട് എന്തോ കാരണവശാലും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ബട്ട് ആ ഉത്തരം കിട്ടുന്നത് എനിക്ക് അറിയാം. സോ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയാമല്ലോ. സോ അറിയുന്ന ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ കാട്ടി ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 1, ഇങ്ങനത്തെ മിസ്റ്റേക്സ് ആരെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ നിർത്തുക. +1 10ത്തെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ. സോ അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന മിസ്റ്റേക്ക്. ഒരു ക്വസ്റ്റ്യന്മേ ഒരുപാട് ടൈം കളയുക ആൻസർ കിട്ടാഞ്ഞിട്ട്. ബട്ട് ആ മിസ്റ്റേക്ക് ഞാൻ ഈ എക്സാമിൽ ചെയ്തിട്ടില്ല. കാരണം ദിസ് ഈസ് ബോർഡ് എക്സാം, വി ഹാവ് ടു ബി സീരിയസ്, റൈറ്റ്? സോ ആ ഒരു കാരണവശാൽ ഞാൻ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും ഈ എക്സാമിൽ ചെയ്തിട്ടില്ല. താങ്ക് ഗോഡ് അതൊന്നും സംഭവിക്കാഞ്ഞ്. സോ ഞാൻ പറഞ്ഞ പോലെ സെക്ഷൻ ഇങ്ങനെയായിരുന്നു. ഞാൻ തിരിച്ചു ഓർഡറിലാണ് എഴുതിയത്. എനിക്ക് MCQ ഒരു ഫസ്റ്റ് നോക്കിയപ്പോൾ കിട്ടാത്തതുകൊണ്ട്, ഓക്കെ, പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട്, ഐ മീൻ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് MCQ കിട്ടുന്നില്ലായിരുന്നു ആദ്യം നോക്കിയപ്പോൾ. സോ അങ്ങനെയായിരുന്നു സംഭവം. സോ സെക്ഷൻ ഇയിൽ ഈ ഓറിൻ്റെ കൺഫ്യൂഷൻസ്, ഓക്കെ. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് അവസാനം എന്തൊക്കെയോ ചെയ്ത് എഴുതി. എന്ന് വെച്ചാൽ ഈ 3 അല്ലേ, അതിൽ 2 ശരിക്കും മര്യാദക്ക് എഴുതിയിട്ടുണ്ടാവും. 3ാമത്തേൽ കുറച്ച് അങ്ങനെ എനിക്ക് മിസ്സിങ് ഉണ്ടാവും. പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഡു അണ്ടർസ്റ്റാൻഡ്. ബട്ട് ദ തിങ് ഈസ് എല്ലാം കുറച്ചെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ടൈം കിട്ടിയിട്ടുണ്ട്. കെമിസ്ട്രിയുടെ ഇംഗ്ലീഷിൻ്റെ കേസിൽ ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ, സെക്ഷൻ അവിടെ നിൽക്കട്ടെ. Then comes the legendary സെക്ഷൻ D, ഗൈസ്, കേസ് സ്റ്റഡി. ഞാൻ സത്യം പറയാലോ ഒരിക്കലും ഇത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കേസ് സ്റ്റഡീസ് ആർ ദ ഈസിയസ്റ്റ് വൺ. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് കിട്ടുന്നതായിരുന്നു. ബട്ട് ഈ കേസ് സ്റ്റഡിക്കകത്ത് ഇവരൊരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ കുറിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു. ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ ചിരിക്കുകയാണോ കരയാണോ എന്താ ചെയ്യേണ്ടി അറിയില്ല. ബട്ട് സംഭവം
അടിപൊളി എക്സാമാണ്. ഐ മീൻ നമ്മളൊരു എക്സാമിനർ അല്ലെങ്കിൽ ഒരു ബോർഡിനെ മറ്റ് രാജ്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന പോലെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളാണല്ലോ സാധനം എഴുതുന്നത്. അപ്പോൾ കേസ് സ്റ്റഡി ഞാൻ വിചാരിച്ചത്ര സിമ്പിളല്ല എന്ന് കാര്യം മനസ്സിലായി. കേസ് സ്റ്റഡി ഭയങ്കര കോൺസെപ്റ്റൽ, ഭയങ്കര എന്ന് വെച്ചാൽ നല്ല കോൺസെപ്റ്റൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നത് കേസ് സ്റ്റഡിക്കകത്ത്. സോ ആരെങ്കിലും കേസ് സ്റ്റഡി അവർ പാരഗ്രാഫ് തരുമല്ലോ എന്നിട്ട് അതിൽ നോക്കി, ഞാൻ അങ്ങനെയല്ല കരുതിയിരുന്നത്. പാരഗ്രാഫ് ഒരു ആവശ്യത്തിനുമില്ല, അവർ വെറുതെ ഏതോ പാരഗ്രാഫ് എടുത്ത് വെക്കുന്ന പോലെയാണ്. അതിൽ നിന്ന് ഉത്തരമൊന്നും സത്യം പറഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ലേ. ചെറുതായിട്ടൊരു ഹിൻ്റൊക്കെ കിട്ടും, ബട്ട് ഡയറക്റ്റ് ആൻസർ ഒരു കാലത്തും നിങ്ങൾക്ക് കിട്ടില്ല. പാസേജിന്റെ ചില ആളുകളുടെ ഒക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ പാസേജ് തന്നു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്താൽ പോലെ എടുത്ത് വലിച്ചു തരണം അങ്ങനത്തെ ആൾക്കാർ. അതിന്റെ എടുത്തു പോലും അല്ല സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ് കോഴ്സ് അത് നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഈ എക്സാം എഴുതുന്നവർക്ക് ഓൾറെഡി അത് അറിയാം. അപ്പോൾ പിന്നെ ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ല. സോ പാസേജ് ക്വസ്റ്റ്യൻസ് ആർ വെരി വെരി കോൺസെപ്റ്റുവൽ. 10th-ലെയും 11th-ലെയും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ PYQ ചെയ്താൽ മാത്രം പോരാ, കോൺസെപ്റ്റ്സ് നല്ലോണം അറിയണം. ഐ മീൻ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു റിവിഷൻ ആൻഡ് PYQ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും PYQ മാത്രം ചെയ്താൽ മതി, റിവിഷൻ മാത്രം ചെയ്താൽ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം കോൺസെപ്റ്റ്സ് നല്ലോണം ക്ലിയർ ആക്കുക. NCERT ഒരുപാട് ടൈം എടുക്കണ്ട എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. ഒരുപാട് ടൈം ഭയങ്കര ഡെപ്തിൽ NCERT ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ ടൈമില്ലാതെ, റിവിഷൻ ഒന്നും ചെയ്യാൻ ടൈമില്ലാതെ ഞാൻ ചെയ്ത പോലെ, അതിനേക്കാൾ ബെറ്റർ NCERT എന്തെങ്കിലും ഗൈഡഡ് വീഡിയോ ഒക്കെ കണ്ടിട്ട് വിത്ത് ഗൈഡൻസ് കുറച്ചൊക്കെ നല്ല രീതിയിൽ കണ്ടിട്ട് ക്വസ്റ്റ്യൻസും റിവിഷനും ചെയ്യാൻ കഴിയുന്ന ടൈം ബാക്കി വരുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് പോവുക. അല്ലാതെ ഞാൻ ചെയ്ത പോലെ പോകരുത്. ഓക്കെ, ഞാൻ ചെയ്തതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ഭയങ്കര ഡെപ്തിൽ റിവിഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു തല എത്തുമ്പോൾ മറ്റേ തല ഫുൾ മറന്നിട്ടുണ്ടാവും. സോ അത് മനസ്സിൽ വെക്കുക. ഫുള്ളി മറക്കില്ലെങ്കിലും ഏകദേശം കുറേ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അതിനകത്തുള്ള ചില ഭയങ്കര സട്ടിലിറ്റീസ് ഓർമ്മയുണ്ടാവും. ബട്ട് അതിനകത്തുള്ള ഇക്വേഷൻസ്, ഇങ്ങനെ ഡെറിവേഷൻസ്, ഇതൊക്കെ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ മറക്കാനുള്ള സാധ്യതയുണ്ട് റിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ. സോ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഫിസിക്സ് എക്സാമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫിസിക്സ് എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു അഡ്വൈസാണ് ഞാൻ പറഞ്ഞത്. കോൺസെപ്റ്റ്സ് നല്ല അറിയണം. ഇനി CBSE എഴുതുന്നവർ കോൺസെപ്റ്റ്സ് നല്ല അറിയണം, PYQ നല്ല പ്രാക്ടീസ് ചെയ്യണം, നല്ല റിവിഷൻ ചെയ്യണം, Day 1 തൊട്ട് പഠിച്ചു പോകണം. സോ ആ ആളുകൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ എക്സാമിലോട്ട് തിരിച്ചു വരാം. സോ കേസ് സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചില്ലാതെ ഡിഫിക്കൽട്ടായിരുന്നു, എങ്കിലും എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു വിധത്തിൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ലോജിക്ക് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ശരിയാകുമെന്ന് ആർക്കും അറിയില്ല. ശരിയാണോ എന്ന് ഞാൻ ഇപ്പോൾ ഒരിക്കലും നോക്കാൻ പോകില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മാത്സ് പഠിക്കാൻ പോവാണ്. കാരണം ഇത് ഇനി നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനിക്ക് അതാണെന്ന് തോന്നുന്നു. എന്താ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഒരു എക്സാം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത് ഫോക്കസ് ചെയ്യാം. ഐ മീൻ ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ബാക്കി മാത്സ് ഒഴിച്ച് എല്ലാത്തിലും എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും. സോ മാത്സിന് കുറച്ചൊന്ന് കുറഞ്ഞാലും പ്രശ്നമില്ല എന്നായിരുന്നു. ബട്ട് ഇപ്പം എനിക്ക് നേരെ തിരിച്ചായിട്ടുണ്ട്. ഇതുവരെയുള്ള എക്സാമിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും മാത്സിന് ഇപ്പം എന്തായാലും സെറ്റാക്കണം എന്നുള്ള മൈൻഡ് സെറ്റാണ്. ഓക്കെ, സോ അഗെയിൻ ആൻഡ് അഗെയിൻ കേസ് സ്റ്റഡീസ് വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല. ഭയങ്കര കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് വരിക. എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് MCQ ആയിട്ട് വരുന്നത് ഗൈസ് എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ എക്സാജറേഷൻ ആവില്ല എന്ന് തോന്നുന്നു. കോമ്പറ്റീറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ്, എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ കഴിയുന്നത്. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഡിഫിക്കൽട്ട് എന്നാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ. സോ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കേസ് സ്റ്റഡിയുടെ കേസ്. കേസ് സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുന്നത്തെ സെക്ഷൻ ഞാൻ എഴുതിയ ഓർഡറിലാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ. അതിൻ്റെ മുന്നേ സെക്ഷൻ C ആണ്. സെക്ഷൻ C 3 മാർക്കിൻ്റെ സംഭവങ്ങൾ, നമ്മളോട് ഓരോ സാധനങ്ങൾ ഡിറൈവ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഡെറിവേഷൻസ് ആണ് ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ആ കോൺസെപ്റ്റ് മനസ്സിലായി, നമുക്ക് ആ സാധനം എത്രത്തോളം അറിയാം, നമുക്കായിട്ട് പുതിയ ഫിസിക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ആ ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചിട്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് അവരുദ്ദേശിച്ച ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, പുതിയ ഡെറിവേഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻ്റ് അല്ല, നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ഇത് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു സംഭവമാണ്. കാരണം വെറും മെമ്മറൈസേഷൻ്റെ ബേസിലല്ല
എന്ത് എക്സാം നടക്കുന്നത്. കുട്ടികളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പറയാം. ബട്ട് നമ്മളാണല്ലോ സ്റ്റുഡൻസ്, നമ്മളാണല്ലോ ഇത് എഴുതുന്നത്, നമ്മളാണല്ലോ പെട്ടെന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. നമുക്കിങ്ങനെ ഒരുപാട് ട്രെയിനിങ് ഒന്നും കിട്ടി തരാ. ഹലോ, നിന്നെ ഞാൻ വിളിച്ചില്ല കേട്ടോ സിരിയെ. ഞങ്ങളിവിടെ എക്സാമിനെ പറ്റി സംസാരിക്കാം. എനിക്ക് എക്സാം എഴുതാനില്ലല്ലോ, അവിടെ ഇരിക്കേ. ഓക്കെ, ഓക്കെ. അപ്പോൾ സോ അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ബട്ട് എഴുതുന്ന ആളുകൾക്ക് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു പ്രാക്ടീസ് ഞാൻ ചെയ്യാത്തത് കാരണം നമ്മൾ ഇത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിനകത്ത് ഇത്രക്ക് സെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തു വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് മേ ബി അങ്ങനെ ചെയ്ത സ്കൂളുകളും ഉണ്ടാവാം നോർത്തിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ. എൻ്റെ ക്ലാസ്സിലും ഏകദേശമൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പാട്ട് നമ്മൾ ചെയ്യാത്തതിനെയാണ്. സ്കൂളിൽ നിന്ന് മാത്രമല്ലല്ലോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുക, നമ്മൾ ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ബട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ നമ്മൾ ചെയ്തു. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. സെക്ഷൻ സിനകത്ത് കുറേ സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിലീറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു എൻ്റെ സെറ്റിൽ. എനിക്ക് സെറ്റ് 1 ആണ് കിട്ടിയത്. ഇനിയിപ്പോൾ എനിക്കറിയില്ല ഇതിനകത്ത് സെറ്റ് 3 ഹാർഡാണോ, സെറ്റ് 2 ഈസി ആണോ, സെറ്റ് 1 ഹാർഡാണോ, അതൊക്കെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു വന്നെന്താ, സെക്ഷൻ സിനകത്ത് നമ്മുടെ നല്ല ബുദ്ധി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്ഷൻ ബിനകത്ത് എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. ഭയങ്കര ഹാർഡ് ക്വസ്റ്റ്യൻസും അല്ല, ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസും അല്ല, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഫുൾ ടഫാണെന്ന് പറയാനാണ്. ബട്ട് ചില ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് കുറച്ചെങ്കിലും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു സെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ എ ഗൈസ്, സത്യം പറഞ്ഞാൽ ഇതിനൊരു അടിപൊളി സംഭവമാണ് സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ബാക്കിൽ നിന്ന് മുന്നോട്ടാണ് ചെയ്തത്. അഗൈൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുകൊണ്ട് അവസാനത്തു നിന്നൊക്കെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ലോജിക്ക് വെച്ച്, നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ, സോ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ MCQ ഒക്കെ ചെയ്തത്. ഇതൊക്കെ തന്നെയാണ് ഉത്തരം നോക്കാൻ ഞാൻ ഒരു വിധത്തിലും പോയിട്ടില്ല. എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഞാൻ എഴുതിയത് കുറച്ചൊക്കെ ശരിയായിരിക്കണമല്ലോ. എൻ്റെ ലോജിക്കൊക്കെ യൂസ് ചെയ്ത് കുറച്ചൊക്കെ ഫിസിക്സ് ഒക്കെ വെച്ച് കുറച്ചൊക്കെ ഇക്വേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറച്ചൊക്കെ ഉത്തരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശരിയായിരിക്കണമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ശരിയാണോ എന്ന് നോക്കാൻ പോകുന്നില്ല. സോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് MCQ ടഫായിട്ടാണ് തോന്നിയത്. ഈസി ആയി തോന്നിയവരുണ്ടാവാം. ബട്ട് MCQ നല്ല ടഫ് എന്ന് ഇതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ ടഫായിരിക്കില്ല കറക്റ്റ് വേർഡ്. എൻ്റെ മനസ്സിൽ വരുന്ന വേർഡ് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഉത്തരം കിട്ടാൻ കുറച്ചൊന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാലേ സെക്ഷൻ എൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അയ്യോ. അപ്പോൾ ഓവറോൾ എൻ്റെ റിവ്യൂ, എൻ്റെ ക്ലാസ്സിലെ ആരും റിവ്യൂ തരാൻ തയ്യാറായില്ല. എൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഈ സാധനം ടഫാണ്. ബട്ട് എന്താണെന്നറിയില്ല, ഐ ഡോണ്ട് ഫീൽ ടു ബാഡ്. ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഇതിനകത്തെല്ലാം പറയാറുള്ളൂ. ഡിഫിക്കൽട്ടാണെന്ന് വെച്ചിട്ടും എനിക്ക് ഭയങ്കര ബാഡൊന്നും ഫീൽ ആയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു ടഫായിരിക്കുന്നു. സോ ടഫ് തന്നെയാണ് ആയത്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ട്. സംഭവം ശരിയായിരിക്കും തെറ്റായിരിക്കും എനിക്കറിയില്ല. ഓരോരോ ലോജിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്ത് പറയുന്നില്ല, ബട്ട് റീസൺ എന്താന്ന് ഇപ്പോൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് പറയണം. മറ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അത്ര ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺസ് ഒക്കെ ചോദിക്കുന്നത് അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് അത് ഭയങ്കര ഒരു റീസണിങ് എബിലിറ്റിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബട്ട് സെറ്റപ്പ് ആയെന്ന് കരുതി സെറ്റപ്പാണ്, പക്ഷെ ഡിഫിക്കൽട്ടായിപ്പോയി. ആസ് എ കോൺസിക്വൻസ് അങ്ങനെ ആവും. സോ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആയിപ്പോയി. എല്ലാവർക്കും ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് അത്രക്ക് ഭയങ്കര ബാഡ് ഫീൽ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് പോന്നിട്ടുണ്ട്. ശരിയാണ്, മിക്കവാറും തെറ്റായിരിക്കും കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. മേ ബി ശരിയാവാം, മേ ബി തെറ്റാവാം, ഒന്നും അറിയില്ല. ബട്ട് എല്ലാത്തിനും എന്തൊക്കെയോ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്.
ശരിയാവാൻ പ്രാർത്ഥിക്കാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഫിസിക്സ് എക്സാമിൻ്റെ കഥ എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു എന്തോ ഒരു ടൈപ്പ് ഫീലിംഗ് ഉള്ളത്, നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റിലെ ഫ്രണ്ട്സ് എല്ലാം ഫിസിക്സ് ഭയങ്കര ഈസി ആണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് സിലബസിനകത്ത് നമുക്ക് കാൽക്കുലേറ്ററും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് കാൽക്കുലേറ്ററും യൂസ് ചെയ്യാൻ പറ്റില്ല, അധോലോക ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് എക്സാം എഴുതി വന്നിട്ടുണ്ട്. ഇഫ് എനിബഡി ഈസ് ഫീലിംഗ് ബാഡ്, സാരമില്ല, ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ലൈഫ്. ഐ എം ഓൾസോ ഫീലിംഗ് റിയലി ബാഡ്. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായല്ലോ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന്. എക്സാം ടഫായിരുന്നു, എല്ലാവർക്കും ടഫായിരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ A1 ഒക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ടോപ്പ് 8%-നാണ് A1 കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ടഫാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 8% മാർക്കിൽ നല്ല താഴെ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഫുൾ ഈ MCQ ഒക്കെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് MCQs. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം. മേ ബി ഞാൻ ഭയങ്കര എക്സാജറേറ്റ് സംസാരിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കമൻറ്റ് ചെയ്യും. ബട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. നല്ല സ്റ്റാൻഡേർഡ് MCQs ആണ്, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാൻഡേർഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ടഫായിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. എങ്കിലും നമ്മൾ പതറിയില്ല, നമുക്ക് കഴിയുന്നത്ര നമ്മൾ ചെയ്തിട്ട് പോകുന്നു. കഴിയുന്നത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലാത്ത മാനത്തുനിന്ന് പറിച്ചുണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മൾ പഠിച്ച പോലെ നമ്മൾ എഴുതി വന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല, ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാം, വി ഡിഡ് അവർ ബെസ്റ്റ്. പിന്നെ ഏതെങ്കിലും ലോക്കൽ സംഭവമൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സംഭവത്തിലൊന്നുമല്ല നമ്മൾ ഇത്ര ടഫാണെന്ന് പറയുന്നത്. ആക്ച്വലി ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ച്വലി നല്ല ബുദ്ധിമുട്ട് ചെയ്യാനുള്ള സാധനം സ്റ്റിൽ നമുക്ക് കഴിയുന്ന പോലെ ചെയ്തു വന്നിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്, റൈറ്റ്? സോ നമ്മുടെ പ്രശ്നം മാത്രം അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ടഫായത് കൊണ്ടുമാണ് നമുക്ക് ടഫായി എന്ന് മനസ്സിലാക്കാം നമുക്ക്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ എക്സാം എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്തു. എൻ്റെ എക്സാം റിവ്യൂ സത്യം പറഞ്ഞാൽ ടഫ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊന്നും പിടിക്കണ്ട, ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് ഞാൻ പറയാം. ടഫിനേക്കാൾ ഞാൻ കൂടുതൽ സ്റ്റാൻഡേർഡ് എന്നാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് തോന്നിയത്. സംഭവം ശരിയാണ്, ഞാൻ എന്തൊക്കെയോ എഴുതി വന്നിട്ടുണ്ട്, എല്ലാം ശരിയാണോ എന്നറിയില്ല. ബട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ബട്ട് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നൊരു സംഭവം ഗൈസ്, 3 എക്സാം ഈസ് ഓവർ. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി വെറും 2 എക്സാം മാത്രമേ ഉള്ളൂ. ഞാൻ PCMB ആണ് ഗൈസ്. PCMB എന്ന് പറഞ്ഞാൽ മാത്സും ബയോളജിയും ഒപ്പം എടുത്തിട്ടുള്ള കുട്ടിയാണ് സത്യം പറഞ്ഞാൽ. സീനാണ്. ഇപ്പം ചെറുതായിട്ട് റിഗ്രറ്റ് ഫീൽ ചെയ്യണ്ടോന്ന് ചോദിച്ചാൽ മാത്സ് നല്ലതാണല്ലോ. മാത്സ് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, ഡേ ടു ഡേ ലൈഫിൽ. ബട്ട് എങ്കിലും അറിഞ്ഞിരിക്കണത് നല്ലതാണ്. അങ്ങനെയൊക്കെ കരുതിയിട്ട് ഇനിയിപ്പോൾ സമാധാനിക്കാം. ബയോളജി മാത്സ് ഒപ്പെടുത്തില്ല, അതുകൊണ്ട് തന്നെ അടുത്ത എക്സാം മാത്സ് ആണ്. സോ ഇനി ഫുൾ മാത്സിലായിരിക്കും ഫോക്കസ്. അടുത്ത 4+ ഇന്ന് കുറച്ച് ഫുൾ മാത്സ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. എനിക്കിപ്പോൾ തോന്നുന്നത് ഫിസിക്സ് ഇങ്ങനെയായി, സാരമില്ല. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഫോർ എവ്രി വൺ. എനിക്കറിയുന്നിടത്തോളം കുറച്ച് കുട്ടികളുണ്ടാവും മോഡറേറ്റ് ഈസി എന്നൊക്കെ പറയുന്നത്. അത് സാരമില്ല, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇതുവരെ കഴിഞ്ഞ എക്സാംസ് ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുക നെക്സ്റ്റ് എക്സാംസ് ആണ്. നെക്സ്റ്റ് എക്സാംസ് നമുക്ക് കഴിയുന്നത്ര 2 എക്സാം ആണ് എനിക്കുള്ളത്. ബയോളജി സെറ്റാക്കണം, 9 ദിവസമായിട്ടുണ്ട് അതിന് ഹോളിഡേയ്സ്. എല്ലാവർക്കും അങ്ങനെയൊന്നും അറിയില്ല, ബട്ട് വിചാരിച്ചാൽ കഴിയും, ശരിയാക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ മുന്നേ ഉള്ള എക്സാം മാത്സ് ആണ്. മാത്സ് നല്ല ഡിഫിക്കൽട്ടാണ്, എനിക്ക് ഡിഫിക്കൽട്ടാണ് എന്തായാലും. കുറച്ചല്ല നല്ലോണം സത്യം പറഞ്ഞു. എന്തായാലും മാത്സ് കഴിയുന്നത്ര 4 ദിവസം കൊണ്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങണം. ശരിയാണ്, ആദ്യത്തെ കുറച്ച് എക്സാംസ് ശരിയായിട്ടില്ല എന്ന് വെച്ചിട്ട് മേ ബി നമ്മൾ മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ ഈ അടുത്ത് വരാൻ പോകുന്ന എക്സാം നമുക്ക് നല്ലോണം സ്കോർ ചെയ്തിട്ട് ഇതിനകത്തുള്ള മാർക്സ് എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നെങ്കിലോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗിവ് അപ്പ് ചെയ്തില്ലെങ്കിൽ, നമ്മളിപ്പോൾ ഒന്ന് ഡൗൺ ആയില്ലെങ്കിൽ, ഇപ്പോൾ തൊട്ട് തന്നെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് എക്സാമിൽ, കാരണം നമുക്ക് ഇതിൻ്റെ ഒന്നും മാർക്ക് അറിയില്ല. അത് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു, ഐ ഫീൽ ലൈക്ക് ഐ ഡിഡ് റിയലി ബാഡ്. മേ ബി അറിയില്ല, ലാസ്റ്റ് ഒന്നും ടൈം കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഫീലിംഗ് ഉണ്ട്. കെമിസ്ട്രിയിലും എനിക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയാത്തുണ്ടായിരുന്നു. ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി.
ഫിസിക്സിനകത്തും എല്ലാവർക്കും ടഫായിരുന്നു. ബട്ട് ഇതിലൊന്നും നമുക്ക് നമ്മുടെ മാർക്ക് ശരിക്കും അറിയില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ ചെയ്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒബ്ജക്റ്റീവ് അല്ല. ഒരു കറക്റ്റ് ആൻസർ ഇല്ല. അപ്പോൾ എത്ര ഒരു എക്സാമിനറുടെ മൂഡ് പോലെയല്ല, മാർക്കിംഗ് സ്കീം പോലെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. എങ്കിപ്പോലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അറിയില്ലല്ലോ. മേ ബി ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ പ്ലസ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്സ് ഉണ്ടല്ലോ, 30 മാർക്സോ അങ്ങനെ എന്തോ സംഭവം, അതെല്ലാം കൂട്ടി വന്നാൽ മേ ബി മാർക്ക് ഉണ്ടെങ്കിലും. സോ നെക്സ്റ്റ് 2 നമ്മൾ നല്ല ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കിൽ എത്താൻ പറ്റുമെങ്കിലും വി ഡോണ്ട് നോ. അതുകൊണ്ടാണ് ഏത് എക്സാം കഴിയുമ്പോഴും ഞാൻ അങ്ങനെയാണ്, നെക്സ്റ്റ് എക്സാം സെറ്റാക്കും, എന്നിട്ട് മാക്സിമം വർക്ക് ചെയ്യും, കഴിയുന്ന അത്ര ബെസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ എനിക്കിപ്പോൾ അടുത്ത് വന്നതാണ് ഇങ്ങനെയൊക്കെ തിങ്കിങ്. പണ്ടൊക്കെ ഞാൻ ഒരു എക്സാം കഴിഞ്ഞാൽ പ്രശ്നമായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതിലായിരുന്നു. ബട്ട് ഇപ്പം ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. ഓക്കെ, അതിന് വലിയൊരു സംഭവം നിങ്ങളുമാണ്. കാരണം ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നത് ഇങ്ങനെ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഞാൻ മാത്രമാണ് ഉള്ളൂ. പിന്നീട് ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ തുടങ്ങിയാറെ എല്ലാവരും ഇതുപോലത്തെ കമൻസ് ഒക്കെ വരുന്നത്. സോ യു ആർ നോട്ട് അലോൺ എന്നുള്ളൊരു ഫീലിംഗ്. നമുക്ക് ഇത് ചെയ്യാൻ കഴിയും, നെക്സ്റ്റ് സംഭവം നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും. ഫിസിക്സും നമ്മൾ കഴിയുന്ന പോലെ നമുക്ക് കഴിയുന്ന അത്ര ചെയ്തു. ടഫ് എക്സാം ആയിരുന്നു, ടഫ് ആയിരുന്നു. ഓക്കെ, സോ അത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ലോങ് വീഡിയോ ആയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ വീഡിയോ ഇങ്ങനെ ലോങ് ആയി പോവാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ഫീലിങ്സ് നമ്മൾ പറഞ്ഞു പോവാണ്, ഓരോ ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെയുള്ള കഥ പറഞ്ഞു പോവാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ലോങ് ആവുന്നത്. സോ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ക്ഷമിക്കുക. സോ അത്രേ ഉള്ളായിരുന്നു ഈ വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.